പിന്നാലെ പുതിയ ചലഞ്ചർ കൂടി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല, പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയും സീസൺ 1 മത്സരാർത്ഥിയുമായിരുന്ന ശ്വേതാ മേനോൻ. സാബുമോൻ എത്തിയതുപോലെയല്ല താരം വീടിനുള്ളിൽ എത്തിയിരിക്കുന്നത്. ബോസംഗ രാജവംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരിയായിട്ടാണ് ശ്വേതാ മേനോന്റെ രംഗപ്രവേശനം. അതായത് ഒരുപാട് പവറും അധികാരവുമുള്ള ഒരു രാജകുമാരിയുടെ റോളാണ് ശ്വേതയ്ക്ക് വീടിനുള്ളിലുള്ളതെന്നർത്ഥം. വന്ന ഉടനെ തന്നെ മത്സരാർത്ഥികളെ പ്രതിസന്ധി ഘട്ടത്തിലാക്കുന്നുണ്ട് ശ്വേതാ മേനോൻ. ചെറുതായി ഒരു പണി കൊടുത്തു. ഏത് റൂമിലാണ് താമസിക്കാൻ ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ പവർ റൂം മതിയെന്നാണ് ശ്വേത പറയുന്നത്. പവർ റൂം ഇഷ്ടമായെങ്കിലും അവിടെ കയറാൻ പറ്റില്ലെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് ഇവിടെ തന്നെ കയറണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു ശ്വേത. ഒപ്പം നിങ്ങളുടെ സെയിം പവർ തനിക്കുണ്ടെന്ന് പറയുന്നത് കേൾക്കാം. തുടർന്ന് തന്റെ റൂമായി ഡെൻ റൂമാണ് ശ്വേത സെലക്ട് ചെയ്തത്. ബിഗ് ബോസ് നൽകിയ പ്രത്യേക അധികാരമുള്ള ഒരു വജ്രവുമായിട്ടാണ് ശ്വേതാ മേനോൻ വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഈ വജ്രം ആരും എടുക്കരുതെന്ന് നടി ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും മത്സരാർത്ഥികൾ ആരെങ്കിലും അത് മോഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കണം ആരും ഈ വജ്രം എടുക്കരുത്, റൂമിലേക്ക് പ്രവേശിക്കരുതെന്നൊക്കെ ആവർത്തിച്ച് സംസാരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിലെ പവർ റൂമിൽ പവർ ടീം അല്ലാതെ മറ്റാരും പ്രവേശിക്കരുതെന്നൊരു റൂളുണ്ട്. അതിനാൽ തന്നെ ശ്വേതയുടെ ഈ നിർബന്ധത്തെ പവർ ടീം എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഹോട്ടൽ ടാസ്കിൽ അതിഥിയെത്തിയ ശ്വേതയെ പിണക്കാനും ആവില്ല, പവർ റൂം റൂൾ ബ്രേക്ക് ചെയ്യാനും ആവില്ല. അതുകൊണ്ട് തന്നെ പവർ ടീം എങ്ങനെയായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുക എന്നറിയാനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. എന്തായാലും ശ്വേതാ മേനോന്റെ കൈവശമുള്ള ഈ ഒരു വജ്രത്തിന് ഒരു പവർ ഉണ്ട് എന്നത് ഇതിനോടകം വ്യക്തമാണ്. അതെന്താണെന്ന് അറിയാനാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. മത്സരാർത്ഥികൾക്കും ഈ ഒരു ആകാംക്ഷയുണ്ട്. ഒന്നെങ്കിൽ എലിമിനേഷനിലുള്ള ഒരാളെ സേവ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ശ്വേത തിരിച്ചു പോകുമ്പോൾ ഒപ്പം ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള പവറും ആയിരിക്കാം. ഇതിൽ ഏതും ആകാൻ സാധ്യതയുണ്ട്. അതേസമയം ആദ്യ ചലഞ്ചറായെത്തിയ സാബുമോൻ വന്ന ഉടനെ തന്നെ ബിഗ് ബോസ് വീടിനെ മൊത്തത്തിൽ ഇളക്കി മറിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ മത്സരാർത്ഥികളെ കൊണ്ട് സാബു നടത്തിയ പ്രാങ്ക് ബിഗ് ബോസ് വീടിനെ ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. നോറയെ ട്രിഗർ ചെയ്യുക എന്തായിരുന്നു സാബുമോൻ അപ്സരയും നന്ദനയും ശരണ്യയും അതുപോലെ സായിയും ഉൾപ്പെടുന്ന ടീമിന് നൽകിയ ടാസ്ക്. ഈ ടീം അത് വളരെ സക്സസ് ആയി തുടങ്ങി വെച്ചെങ്കിലും നോറയെ ലക്ഷ്യം വെച്ച പ്രാങ്ക് ശരിക്കും എഫക്ട് ചെയ്തത് ഋഷിയായിരുന്നു. എന്തായാലും ഈ ഒരു ഒറ്റ പ്രാങ്കിന് പിന്നാലെ എപ്പിസോഡ് മൊത്തത്തിൽ എൻഗേജിംഗ് ആയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സാബുമോന്റെ ഇത്തരത്തിലുള്ള പ്രാങ്കുകളും മൈൻഡ് ഗെയിമുകളും വീടിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടറിയാം. മത്സരാർത്ഥികളെ വ്യക്തമായി മനസ്സിലാക്കിയാണ് സാബു എത്തിയിരിക്കുന്ന കാര്യം ഉറപ്പാണ്. ആരെ പ്രൊവോക്ക് ചെയ്താലാണ് വീട്ടിൽ പൊട്ടിത്തെറി ഉണ്ടാവുക, അല്ലെങ്കിൽ സേഫ് ഗെയിമേഴ്സിനെ ഏതു വിധത്തിൽ ആക്റ്റീവ് ആക്കാം, ഇതിനെക്കുറിച്ചെല്ലാം ഒരു ധാരണ സാബുവിനുണ്ട്. ശ്വേതാ മേനോനായാലും സാബുമോനായാലും രണ്ടുപേരും സീസൺ 1 മികച്ച മത്സരാർത്ഥികളാണ്. ഒന്നും മടിയില്ലാതെ തുറന്നു പറയുന്ന പ്രകൃതക്കാരിയാണ് ശ്വേതാ മേനോൻ. ദേഷ്യത്തിന്റെ കാര്യത്തിലും ആള് ചില്ലറക്കാരിയല്ല. സാബുമോനാണെങ്കിൽ ഏത് കാര്യത്തിലും സ്വന്തം നിലപാടുകളും അഭിപ്രായങ്ങളും ശക്തമായി പറയുന്ന, സാഹചര്യങ്ങളെ മുൻകൂട്ടി കാണാനും അതിനൊത്ത് തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ള വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും ബിഗ് ബോസ് വീടിനെ ഏത് വിധത്തിലായിരിക്കും മാറ്റിമറിക്കാൻ പോവുകയെന്നാണ് ഇനി അറിയേണ്ടത്. അതുമാത്രമല്ല, ഓൾറെഡി പവർ ടീമിനെ പ്രതിസന്ധിയിലാക്കിയ ശ്വേതാ മേനോന് മുൻപിൽ പവർ ടീം അടിയറവ് പറയുമോ അതോ പവർ ടീം ഇക്കാര്യം ഹാൻഡിൽ ചെയ്യുമോ എന്നെല്ലാം ഇനി കണ്ടറിയേണ്ടതുണ്ട്.